ജനസേവനത്തിനൊന്നുമല്ലല്ലോ ജനപ്രതിനിധികൾ, കേരളത്തിലെ ജനപ്രതിനിധികൾ ആരും മത്സരിച്ചേക്കണതും ജയിച്ചേക്കണതും. കയ്യിലെണ്ണാവുന്ന ചുരുക്കം ചില ജനപ്രതിനിധികളുള്ളൂ. വളരെ കുറച്ച്. എൻ്റെ വാർഡിലാകപ്പാടെ ഉള്ളത് 11ാം വാർഡിലാണ്. അപ്പോൾ കഴിഞ്ഞില്ലേ, കോടതി പോയാലും നിലനിൽക്കില്ല. സമാന്തര കേസ് ഇടുക്കിയിലൊരു പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല, നമുക്ക് ഉള്ള കാരണം ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആണെങ്കിലും BJP-യുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അയാൾ ആ പാർട്ടിയെ സേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ CPM-ലോ BJP-ലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെങ്കിൽ ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ രാഷ്ട്രീയക്കാരനാവുന്നുള്ളൂ. ഞാൻ ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല, പൊതുസേവനം മാത്രമേ പാടുള്ളൂ. അതാണ് അതിൻ്റെ നിയമം. പിന്നെ രാഷ്ട്രീയമാണ് ഈ മെമ്പർ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ സാധനത്തിന് ഓംബുഡ്സ്മാന് പരാതി വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാനിൽ നിന്നും ഉത്തരവ് വരും. അതിന് നമ്മൾ പ്രൂഫും കൂടി കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷം പോയി. ജനസേവനത്തിനൊന്നുമല്ലല്ലോ ജനപ്രതിനിധികൾ, കേരളത്തിലെ ജനപ്രതിനിധികൾ ആരും മത്സരിച്ചേക്കണതും ജയിച്ചേക്കണതും. കയ്യിലെണ്ണാവുന്ന ചുരുക്കം ചില ജനപ്രതിനിധികളുള്ളൂ. വളരെ കുറച്ച്. എൻ്റെ വാർഡിലാകപ്പാടെ ഉള്ളത് 11ാം വാർഡിലാണ്. 11ാം വാർഡിലെ മെമ്പർ മാത്രമാണ് വികസനം എന്താണെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. ബാക്കി എല്ലാവരും പറയും ഇപ്പോൾ ഇവിടെ ഇത് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ റോഡുണ്ട്, എന്നിട്ട് ഇവിടെ മാത്രം ഒരു കട്ടിങ് വരിച്ച് ചോദിച്ചു, എന്താ മെമ്പറെ ഇവിടെ മാത്രം ഒരു കട്ടിങ്? അല്ല, ഇത്രയും ഫണ്ട് അനുവദിച്ചോളൂ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പണി ഞാൻ കാണിച്ചു തരാം. ബാക്കി കാശ് എങ്ങനെ പോയെന്ന് അറിയണമല്ലോ. ഒരു വാർഡിലേക്ക് അപ്പുറത്തെ വാർഡിൽ കൂടുതൽ ഇപ്പുറത്തെ വാർഡിൽ കുറവൊന്നും അനുവദിക്കുമല്ലോ. എല്ലാ വാർഡിലേക്കും ഈക്വൽ ഫണ്ടല്ലേ അനുവദിക്കണത്. അപ്പുറത്തെ വാർഡിൽ വികസനമുണ്ട്, ഇപ്പുറത്തെ വാർഡിൽ വികസനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം, പണി എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരിക്കട്ടെ, മത്സരിക്കാനായിട്ട് വരണ്ടേ? ഈ വാർഡ് മെമ്പർക്ക് ആകെ മനുഷ്യനെ ഉപദ്രവിക്കാനേ അറിയാവുള്ളൂ, അത്രേ ഉള്ളൂ. കക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ വീടിൻ്റെ ചുരുക്കം, കേരളത്തിലെ ചുരുക്കം ചില നല്ല ജനപ്രതിനിധികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കക്കാൻ വേണ്ടി വരുന്നവരാണ്. ആ കക്കാൻ വരുന്നവർ എന്തായാലും കട്ടുകൊണ്ടേയിരിക്കണം. ഇരിക്കും. ചക്രക്കുടത്തി കൈയിട്ട നക്കാത്തരുമില്ല എന്നാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പണിയെടുത്താൽ 6 വർഷം പോയോ 10 വർഷം പോയോ? പിന്നെ വേറെ പണിക്ക് പോകാൻ നിൽക്കണ്ടേ? എനിക്കൊരു പുതിയ ഇങ്ങനെ ഒരു പണി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും. ഈ വാർഡ് മെമ്പർക്ക് ഒരു കഴിവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ റോഡ് അത് കോട്ടപ്പുറം മുതൽ പിറവം വരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാഹനം ഓടിച്ച് പോകണമെങ്കിൽ അവൻ സർക്കസ് ഓടിക്കട്ടി ഒക്കെ വേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, സർക്കസ് ഓടി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് പലതിലും തീരുമാനവും ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ പണിയൊന്ന് നോക്കിയാൽ മതി. പിന്നെ അതിനിടയ്ക്ക് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, പുതിയൊരു സെക്രട്ടറി വന്നു. അവരുടെ മുമ്പാകെ ഞാൻ അപേക്ഷ വെച്ചു. ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചേട്ടന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഈ പറഞ്ഞ സാധനമാണ്. വെച്ചിട്ട് ചേട്ടൻ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുക്കുക, എന്നിട്ട് അവസാന സമയമല്ലേ ഹൈക്കോടതി പോകേണ്ട ആവശ്യമുള്ളൂ. ഇതിനൊക്കെ പട്ടപ്പെട്ടെന്ന് പറഞ്ഞ തീരുമാനങ്ങളുണ്ട്, ഹിയറിംഗ് ഉണ്ട്. ഞാൻ കൊണ്ടുപോയി കൊടുക്കണ പരാതികൾ, എൻ്റെ പരാതികൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ പരാതിയിൽ ഞാൻ കൊണ്ടുപോയി ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചു. തോട് പുറസ്ഥിതിയിലാക്കിയില്ല. ഹൈക്കോടതി ഡയറക്ഷൻ പറഞ്ഞു, പുനഃസ്ഥാപിക്കാൻ പറഞ്ഞ് 2020 ഉത്തരവിട്ടതാണ്. ആ ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ക്രിമിനൽ കേസ് എടുക്കണം. സർക്കാർ വക ഭൂമി കയ്യേറി കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസ് എടുക്കാൻ പോലീസിൽ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു. നോക്കട്ടെ, പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ടും അതുകൊണ്ട് ഓരോരുത്തർക്ക് കൊടുത്ത പരാതികളും മെൻഷൻ ചെയ്ത് തന്നെ അടുത്ത ആൾക്ക് ഞാൻ പരാതി കൊടുത്തു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഞാൻ കൊണ്ട് പരാതി കൊടുത്തു. സെറ്റിൽമെൻ്റ് ആണെന്നും കാശ് മേടിച്ചിട്ടാണെന്നും ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്ന സമയത്ത് ഇന്ന കാശ് മേടിച്ചിട്ടാണ് ഈ പണി ചെയ്തേക്കണേന്നും ഇതിന് സാക്ഷിയുണ്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ സാക്ഷിയുണ്ടെന്നും പറഞ്ഞതിനെ കൊണ്ട് പരാതി കൊടുത്തു. ഹിയറിംഗ് നോട്ടീസ് വന്നു കളക്ടർക്ക് വന്നു. കളക്ടർ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത കത്തിനകത്ത് കേസ് നമ്പർ തിരുത്തി കൊടുത്തു.
CRPC സെക്ഷൻ 20(2) പ്രകാരമാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ ജില്ലാ കളക്ടർ അപ്പോയിൻമെൻ്റ് ചെയ്യണം. നിയമമറിയാവുന്ന നിയമവിദഗ്ധനായ ജില്ലാ കളക്ടർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ക്രിമിനൽ കേസല്ലേ, ഞാൻ കൊണ്ടുപോയി ക്രിമിനൽ കേസ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അഴിമതി നിരോധന നിയമം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അതേ വിജിലൻസ് കോടതിയിലേക്ക് പെറ്റീഷനൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു വിവരാവകാശം വച്ച് അപേക്ഷ വെക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആ ഫയൽ നമ്പർ ഒന്ന് തരാമോ? എന്താ സാറേ ആവശ്യം? ഒന്നുമില്ല, വെറുതെ ഒരു വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്നു. അപ്പോഴത്തേനും എല്ലാവർക്കും ഇൻഫർമേഷൻ കളക്ടറേറ്റിൽ നിന്ന് തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാപ്പപേക്ഷ. സോറി സാർ, മാപ്പാക്കണം, ചെറുതായിട്ടൊരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്, മാപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക ഞാനല്ല, എനിക്ക് മുന്നിലിരുന്ന ഉദ്യോഗസ്ഥൻ ചെയ്ത ഒരു കൈപ്പിഴവാണ്, അതുകൊണ്ട് മാപ്പാക്കി തന്നെ. എവിടെ സ്ഥലം മാറ്റി, ഭൂരേഖ തഹസിൽദാർ സ്ഥലം മാറ്റി, നടപടിയാക്കി ഭൂരേഖ തഹസിൽദാർ സ്ഥലം മാറിപ്പോയി. ഞാൻ പറഞ്ഞു സ്ഥലം മാറിപ്പോയിട്ട് കാര്യമൊന്നുമില്ല, സസ്പെൻഡ് ചെയ്യണം. ഞാൻ അതിനുള്ള നിയമ നടപടികളായിട്ടാണ് പോണത്.